ഈ മനോഹരമായ സന്ദർഭത്തിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരുവാനും നിങ്ങളോട് സംസാരിപ്പാനുമുള്ളതായ അവസരം ദൈവം എനിക്ക് നൽകുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നാം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. സെഫന്യ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: അവൻ വടക്കോട്ട് കൈ നീട്ടി അശൂരിനെ നശിപ്പിക്കും, നിനവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവും ആക്കും എന്നുള്ള വചനമാണ്. 3-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോഴും ഇസ്രായേലിൽ ശേഷിപ്പുള്ള നീതികേട് പ്രവർത്തിക്കയില്ല, പോഷ്ക് പറയുകയുമില്ല, ചതിവുള്ള നാവ് അവരുടെ വായിൽ ഉണ്ടാകുകയില്ല, അവർ മേഞ്ഞു കിടക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല എന്ന് പറയുന്ന അനുഗ്രഹിത വചനവുമാണ്. 2 അതിപ്രധാനമായ വാക്യങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ ഞാനൊന്ന് ഓർപ്പിക്കുവാനായിട്ടിടയായി. ഈ വാക്യങ്ങൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ അശൂരിനെയും നിനവയെയും കുറിച്ച് നാം നോക്കിയാൽ, നിനവയെക്കുറിച്ച് കൂടുതൽ ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ ഇടങ്കൈയും വലങ്കൈയും തിരിച്ചറിയാൻ കഴിയാത്തവരായ ഒരുപറ്റം ആളുകൾ പാർക്കുന്ന പട്ടണമാണ് നിനവെ പട്ടണം. ആ പട്ടണത്തോടുള്ള ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ തീവ്രത നിമിത്തമാണ് നിനവെ നിവാസികളെ ദൈവം രക്ഷിപ്പാനായിട്ട് ആഗ്രഹിച്ചതും യോന്ന പ്രവാചകനോട് നിനവെ പട്ടണത്തിലേക്ക് പോകുവാനായിട്ട് പറയുകയും ചെയ്തു. ദൈവശബ്ദം കേട്ട് നിനവയിലേക്ക് പോകുവാനായിട്ട് യാത്ര തിരിച്ചിട്ടുള്ള യോന്ന പ്രവാചകൻ മനസ്സുകൊണ്ട് ആലോചിച്ചു നോക്കിയപ്പോൾ നിനവെ തനിക്ക് നല്ല പരിചിതമായ സ്ഥലമല്ല, മാത്രമല്ല ആ സ്ഥലത്തെക്കുറിച്ചുള്ളതായ തൻ്റെ കേൾവി നിനവയിലേക്ക് പോകുവാനായിട്ട് തന്നെ നിരുത്സാഹപ്പെടുത്തുന്നതും തർശീശിലേക്ക് പോകുവാനായിട്ട് തന്നെ ഉത്സാഹിപ്പിക്കുന്നതുമായ അറിവുകളായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിനവെ പട്ടണത്തിലേക്ക് പോകുന്നതിന് പകരമായി തർശീശിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ച യോന്ന പ്രവാചകൻ കപ്പൽ കയറിയ വാർത്തയൊക്കെ യോന്ന പ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ തിരുഹിതത്തിനു വിരോധമായി, ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്ക് വിരുദ്ധമായി നിനവേക്ക് പോകേണ്ടതിന് പകരമായി തർശീശിലേക്ക് പോകുന്നതായി യോന്ന പ്രവാചകൻ യാത്ര ചെയ്തിരുന്ന പടക് ശക്തമായിരിക്കുന്ന ഒരു പ്രതികൂലത്തിൻ്റെ നടുവിൽ അകപ്പെട്ടിട്ട് കപ്പൽ മുങ്ങിപ്പോകത്തക്ക തലത്തിൽ ശക്തമായ തിരകളും കാറ്റും കടലിലുണ്ടാകുകയും ജനം വല്ലാണ്ട് ഭാരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു.
അവിടെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് യാത്ര ചെയ്യുന്ന യോന പ്രവാചകനാണ് ഈ യാത്രക്കാർക്കും യാത്രാ കപ്പലിനും വിരോധമായുള്ള പ്രശ്നത്തിൻ്റെ കാരണക്കാരനെന്ന് തിരിച്ചറിഞ്ഞിട്ട് യോന പ്രവാചകനെ രക്ഷിപ്പാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അതവർക്ക് അസാധ്യമായി വരികയും തന്നെ എടുത്ത് കടലിൽ ഇട്ടുകളയുകയും ചെയ്യുകയാണ്. യഹോവയായ ദൈവം കടലിലുണ്ടായിരുന്ന ഒരു കടൽ മത്സ്യത്തെ പറഞ്ഞു വെച്ച് യോന പ്രവാചകനെ ജീവനോടെ വിഴുങ്ങിക്കളയുകയും മൂന്നാമത്തെ ദിവസത്തിൽ നിനവെ പട്ടണത്തിൻ്റെ വാതുക്കൽ തന്നെ കൊണ്ടുവന്നാക്കുകയും ചെയ്ത ചരിത്രം അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ യോന പ്രവാചകൻ നിനവെ പട്ടണവാസികളോട് വളരെ കൃത്യമായ തലത്തിൽ പട്ടണത്തിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചും അവരുടെ തിന്മ പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തുകയും പ്രവാചകനായ യോനയുടെ വാക്കുകൾ കേട്ട് നിനവെ നിവാസികൾ മാനസാന്തരപ്പെടുവാനും ദൈവത്തിങ്കിലേക്ക് മനം തിരിഞ്ഞ് പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു എന്ന് യോന പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ നിലയിൽ ദൈവത്തിങ്കിലേക്ക് വരികയും ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുവാനായിട്ട് ഭാഗ്യം ലഭിച്ചതായ നിനവെ പട്ടണവും നിനവെ നിവാസികളുമൊക്കെ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ സെഫന്യ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുമ്പോൾ യഹോവയായ ദൈവം ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? വടക്കോട്ട് കൈനീട്ടി അശൂരിനെ നശിപ്പിക്കുകയും നിനവയെ ശൂന്യവും മരുഭൂമിയിലെ വരണ്ട നിലവുമാക്കി തീർക്കുമെന്ന്. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ കഴിയാത്തവരായി പട്ടണത്തിൽ പാർത്തിരുന്ന നിനവെ നിവാസികളെ ദൈവം ആഴമായി സ്നേഹിച്ചിട്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും മനസ്സില്ലെന്ന് പറഞ്ഞിട്ടും നിർബന്ധത്താൽ നിനവയിൽ കൊണ്ടുവന്ന് യോന പ്രവാചകനെ കൊണ്ട് പ്രസംഗിപ്പിച്ച് അവരെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും ആ മാനസാന്തര അനുഭവം നിമിത്തം ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നിനവെ പട്ടണത്തിലുള്ളവർക്ക് ലഭ്യമാകുകയും ചെയ്തു. എന്നാൽ ദൈവം അവരോട് കോപിപ്പാനും ദൈവം അവരെ സന്ദർശിക്കുവാനും ദൈവം അവരെ ശൂന്യവും മരുഭൂമിയും വരണ്ട നിലവുമാക്കി തീർക്കുവാനും കാരണമെന്താണ് എന്നുകൂടി സെഫന്യ പ്രവാചകന്റെ പുസ്തകത്തിനുള്ളിൽ ആഴമായി ഓർപ്പിച്ചിട്ടുണ്ട്. പ്രിയരെ, ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുകയും നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ കുറവുകളും നമ്മുടെ വീഴ്ചകളും നമ്മുടെ താഴ്ചകളും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ പോരായ്മകളും നമ്മുടെ പാപ വഴികളുമൊക്കെ ക്ഷമിച്ച് ദൈവം നമ്മെ ആഴമായി സ്നേഹിച്ച് ദൈവം തൻ്റെ ദാസന്മാരെ പറഞ്ഞയച്ച് നീതിയുടെ സുവിശേഷം, രക്ഷയുടെ സുവിശേഷം, സത്യത്തിൻ്റെ സുവിശേഷം നമ്മുടെ ഉള്ളിൽ തന്ന് ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാനായിട്ട് കൃപ ലഭിക്കപ്പെടുകയും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ പകരുകപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അത്രമാത്രം നമ്മെ സ്നേഹിച്ച ദൈവം നമ്മെ സന്ദർശിക്കുന്നു എങ്കിൽ എത്രമാത്രം ദൈവത്തിൻ്റെ ഹൃദയം നമ്മിൽ നിന്ന് അകലുന്നു, നമ്മോട് നൊമ്പരപ്പെടുന്നു എന്ന് ആ വാക്കുകൾ കൊണ്ട് ആഴമായി അർത്ഥമാക്കപ്പെടുന്നു എന്ന് മറന്നുപോകരുത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ദൈവം സ്നേഹിച്ചതായ ഈ മനുഷ്യരെ ദൈവത്തിന്
സന്ദർശിക്കേണ്ടി വരുവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, 1-ാം അധ്യായത്തിനകത്ത് ആ കാര്യങ്ങൾ കൃത്യമായി ഓർമ്മപ്പെടുത്തി പോകുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 5, 6, 9 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ 5 അതിപ്രധാനമായ കാര്യങ്ങൾ അശൂരിനെയും നിനവെ പട്ടണവാസികളെയും ദൈവം സന്ദർശിക്കുന്നതിന് പിന്നിലുണ്ടെന്ന് ആ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണത്? 5-ാമത്തെ വാക്യം വായിച്ചു നോക്കുക. 1-ാം അധ്യായത്തിൻ്റെ ആ വാക്യത്തിനകത്ത് പ്രാരംഭമായി പറയുന്നതായി പ്രസ്താവന എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആകാശ സൈന്യത്തെ നമസ്കരിക്കുവാനിടയായിത്തീർന്നു എന്ന് പറയുകയാണ്. സെഫന്യാ പ്രവാചകന്റെ പുസ്തകം 1:5 ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ആകാശത്തിലെ സൈന്യത്തെ നമസ്കരിക്കുന്ന ഒരനുഭവത്തിലേക്ക് അവർ കടന്നുപോയി എന്നുള്ളതാണ്. ഏകസത്യ ദൈവമെന്നുള്ള ആഴമായ വിശ്വാസം നമ്മുടെ മുമ്പിലിരിക്കുകയും ന്യായപ്രമാണ പുസ്തകത്തിനകത്ത് അത്യുന്നതനായ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യതകൾ നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അവർ ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരമായി ആകാശമണ്ഡലങ്ങളിലുള്ളതായ സൈന്യത്തെ നമസ്കരിക്കുവാൻ പോയി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ദൈവത്തെ വിട്ട് അവർ മറ്റൊരാരാധനയുടെ മണ്ഡലത്തിലേക്ക് നയിക്കപ്പെടുവാനിടയായിത്തീർന്നു എന്നാണ് അവിടെ ഗ്രഹിക്കുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പണമോ നമ്മുടെ സ്ഥാനമോ നമ്മുടെ മാനമോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ പ്രസിദ്ധിയോ ഒന്നും ദൈവത്തിന് വേണ്ട. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് കൊടുക്കുന്നതായ ആരാധനയാണ്. നമ്മുടെ ദൈവം സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവമാണ്. ആരാധനയ്ക്ക് പ്രിയനായ ദൈവമാണ്. ആ ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരമായി ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധന, ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായ പ്രാർത്ഥനകളൊക്കെ മറ്റൊരു മണ്ഡലത്തിലേക്ക് അവർ മാറ്റിക്കളയുവാൻ കാരണമായി തീർന്നു എന്ന് 5-ാമത്തെ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. വീണ്ടും നോക്കുക, അടുത്ത പ്രസ്താവന പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയെ ചൊല്ലിയും മൽക്കാമിനെ ചൊല്ലിയും അവർ സത്യം ചെയ്യുവാൻ തുടങ്ങി. ദൈവത്തിങ്കൽ നിന്ന് ആരാധന മാറ്റി എന്നതിനപ്പുറത്ത് യഹോവയായ ദൈവത്തോടൊപ്പമായി മൽക്കാമിനെ കൂടെ ചേർത്ത് നിർത്തുകയും ആ നാമത്തിൽ അവർ സത്യം ചെയ്യുവാനുമൊക്കെ തുടങ്ങുമ്പോൾ അതും ദൈവത്തിന് ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ കഴിയാത്ത മറ്റൊരു പാപമായി ഈ ജനത്തിൻ്റെ ജീവിതത്തിനകത്ത് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. 6-ാം വാക്യം നോക്കുക. 6-ാം വാക്യം 3-ാമത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 3-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയെ വിട്ടു മാറുവാൻ അവരിടയായി തീർന്നു. ഇടങ്കയും വലങ്കയും പോലും തിരിച്ചറിയുവാൻ കഴിയാതെ, ജീവിതത്തിലെ യാതൊരു ഉന്നമനങ്ങളും നന്മകളും ശ്രേഷ്ഠതകളും ഉയർച്ചകളുമില്ലാതെ അങ്ങനെ ജീവിച്ചു വന്നിരുന്ന ജനത്തെ ദൈവം സ്നേഹിച്ച് അവരെ ബുദ്ധിയുള്ളവരും ജ്ഞാനമുള്ളവരും അവരെ സാധ്യതയുള്ളവരും അവരെ സൗന്ദര്യമുള്ളവരും ഒക്കെയാക്കി തീർത്ത് നിത്യതയുടെ അവകാശത്തിലേക്ക് അവരെ കൊണ്ടുവരികയും അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകിക്കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
ഗലാത്യ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരിക്കെ ദരിദ്രനായിരുന്ന നമുക്ക് വേണ്ടി അവൻ്റെ സമ്പത്തെല്ലാം നൽകിത്തന്ന് അവനൊരു ദരിദ്രനായി തീർന്നതായ ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുകയാണ്. നമുക്കെന്താണ് വേണ്ടത്? അതെല്ലാം നമുക്ക് നൽകി തന്നുകൊണ്ട് കർത്താവ് മുൻപോട്ട് പോയതായ ചരിത്രമാണ് അവിടെ വായിക്കുന്നത്. എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കൊടുത്ത ദൈവത്തെ അവർ മറന്ന് യഹോവയെ അവർ വിട്ട് പിന്മാറിക്കളയുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനങ്ങളെ ആസ്വദിക്കുകയും ആ നിലകളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോവുകയും ചെയ്തിരുന്നതായ ജനം അവരുടെ വെളിപ്പാട് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ ദൈവപുത്രനെ പിന്നെ ക്രൂശിക്കുന്നവരായി തീരുവാനിടയായി തീർന്നു എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായി ഈ ലോക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്ക് നൽകി തന്ന് നമ്മെ ശ്രേഷ്ഠരും ഉന്നതരുമാക്കി തീർത്തു കഴിഞ്ഞപ്പോൾ, ഒന്ന് ആകാശത്തിലുള്ള സൈന്യത്തെ നമസ്കരിക്കുവാനും കിട്ടുന്നതിൻ്റെ എല്ലാം പേര് സത്യം ചെയ്യുവാനും ജീവനുള്ള ദൈവത്തെ അവരെ വിട്ട് പിന്മാറിക്കളയുവാനും ഇടയായി തീർന്നിരിക്കുന്നു എന്ന് മൂന്നാമത്തെ കാര്യവും പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം നോക്കുക. 6-ാമത്തെ വാക്യത്തിൽ തന്നെ 2-ാം ഭാഗത്ത് അതുകൂടെ പറയുന്നുണ്ട്. യഹോവയെ വിട്ട് പിന്മാറുകയും യഹോവയെ അന്വേഷിക്കുകയോ അവനെക്കുറിച്ച് ചോദിക്കുകയോ ചെയ്യാത്തവരായി തീരുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ച് അവർക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ല, അറിയുവാനായിട്ട് താല്പര്യമില്ല, അന്വേഷിപ്പാനായിട്ട് താല്പര്യമില്ല. പൂർണ്ണമായിട്ട് അവർ ദൈവത്തിങ്കൽ നിന്ന് അകന്നകന്നു പോകുവാനിടയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ടുള്ള ആത്മീക ബന്ധത്തിനകത്തു നിന്ന് പൂർണ്ണമായി നാം അകന്നു മാറുക എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് സംഭവിക്കപ്പെടുന്നതായ ഒരു സംഭവമല്ല. ചില കാലഘട്ടങ്ങൾ കൊണ്ട് സാവകാശമായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട്, നമ്മുടെ ദൈവവചന ധ്യാനങ്ങൾ നഷ്ടപ്പെട്ട്, നമ്മുടെ കൂട്ടായ്മയുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, ആത്മീക ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, ആ തലത്തിൽ സാവകാശമായി നാം ദൈവത്തിങ്കൽ നിന്ന് അകന്നകന്നു മാറുവാനായിട്ടാണ് ഇടയായിത്തീരുന്നത്. അങ്ങനെ പല നാളുകൾ കൊണ്ട് പൂർണ്ണമായി ദൈവത്തിങ്കൽ നിന്ന് അകന്നു മാറുകയും പൂർണ്ണമായി ദൈവത്തെ അന്വേഷിക്കുകയോ ദൈവ വഴിയെ തിരക്കുകയോ ചെയ്യുവാനായിട്ട് മനസ്സില്ലാത്തവരായി ദൈവത്തിങ്കൽ നിന്ന് പൂർണ്ണമായി ഈ ജനം അകന്നു മാറുവാനായിട്ടിടയായിത്തീർന്നു എന്നുള്ളതാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്ന 2-ാമത്തെ അതിപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണമേ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരാലും ത്യജിക്കപ്പെട്ട്, എല്ലാവരാലും കൈവിടപ്പെട്ട്, ഒന്നിനും കൊള്ളില്ലെന്ന് പറഞ്ഞ്, ഇടങ്കയും വലമ്പൊയ്യും പോലും മനസ്സിലാകാത്തവരാണെന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടിരുന്നവരാണ്. ദൈവം അവരെ സ്നേഹിച്ച് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും പ്രവാചകനെ ആ പട്ടണത്തിലേക്ക് അയച്ച് പട്ടണത്തോട് പറയേണ്ടതായ രക്ഷയുടെ സന്ദേശം അറിയിച്ച് അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നതാണ്. എന്നാൽ ആ നിലയിൽ ദൈവത്തിങ്കിലേക്ക് വന്നെത്തിയതായ ജനം ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും സാധ്യതകളും എല്ലാം നേടിയെടുത്ത ജനം സകലതും അവർക്ക് ലഭ്യമായി കഴിഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ ദൈവത്തെ ആരാധിക്കുന്നത് അവസാനിപ്പിച്ചു. അവർ കിട്ടുന്നവരോടൊക്കെ സത്യം ചെയ്ത് അവരോട് ബന്ധത്തിൽ സന്ധി സംഭാഷണങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അവർ ദൈവത്തെ അന്വേഷിക്കാതെ കണ്ടായി. അവർ പൂർണ്ണമായിട്ട് യഹോവയെ വിട്ട് പിന്മാറുവാനും ഇടയായിത്തീർന്നു എന്നവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്.
ഞാനതിന് 9-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. 9-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ആ വാക്യവും പറയുന്നത് മർമ്മപ്രധാനമായ ആഴമായിട്ടുള്ള 5-ാമത്തെ ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ മറ്റൊരു കാരണമാണ് അവിടെ പറയുന്നത്. അവിടെ പറയുകയാണ്, അന്നാളിൽ ഞാൻ ഉമ്മരപ്പടി ചാടിക്കടക്കുന്ന ഏവരെയും സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുന്നവരെയും സന്ദർശിക്കും. വളരെ ഗൗരവത്തോടുകൂടി നാം അറിയേണ്ട ചില ചിന്തകളാണ് അവിടെ പറയുന്നത്. ദൈവത്തോടു കൂടെ വസിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുകയും പ്രമാണങ്ങളെ മനസ്സിലാക്കി പ്രമാണത്തിലെ ഉൾക്കൊണ്ടുകൊണ്ട് ആ നിലയിലും നിലവാരത്തിലും മുൻപോട്ട് പോവുകയും ചെയ്യും. എന്നാൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു? ഒന്ന്, അവർ ആകാശ സൈന്യത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. 2, യഹോവയെയും മൽക്കാമിൻ്റെയും പേരിൽ അവർ സത്യം ചെയ്യാനായിട്ട് തുടങ്ങി. 3, അവർ ദൈവത്തെ അന്വേഷിക്കാത്തവരായി തീർന്നു. 4, അവർ യഹോവയെ വിട്ട് പിന്മാറിയിരിക്കുന്നു. യഹോവയെ വിട്ട് പിന്മാറിയിരിക്കുന്ന ജനം ഇപ്പോൾ എവിടെയാണ് വന്നു നിൽക്കുന്നത്? അവര് സാഹസവും വഞ്ചനയും കൊണ്ട് തങ്ങളുടെ യജമാനന്മാരുടെ വീടുകളെ നിറയ്ക്കുവാനായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ വഞ്ചന കൊണ്ടും സാഹസം കൊണ്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ടുള്ള ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് മറ്റുള്ളവരെ വഞ്ചിക്കുന്നത്? ബുദ്ധിയും തന്ത്രവും ഒക്കെ ഉപയോഗിച്ച് ലോകത്തിൽ ചില നേട്ടങ്ങളും നന്മകളും ഉയർച്ചകളും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള അവരുടെ തത്രപ്പാടുകൾ അത് ചിലപ്പോഴൊക്കെ പ്രയോജനപ്രദമായി തീരാറുമുണ്ട്. എന്നാൽ നാം ഒന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ, നാം ഒന്ന് ആലോചിച്ചു നോക്കണം കേട്ടോ. അനീതി കൊണ്ട് നേട്ടമുണ്ടാക്കിയിട്ടുള്ള, സ്ഥാനമാനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള, പേരും പ്രസിദ്ധിയും നേടിയെടുത്തിട്ടുള്ള ആളുകളൊക്കെ പിന്നത്തേതിൽ അവരുടെ ജീവിതത്തിനകത്ത് അവർ തകർന്നു തരിപ്പണമായി പോയ ചരിത്രങ്ങളാണ് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ പിന്നിൽ കാണുവാൻ കഴിയുന്നത്. ഞാൻ എന്തുകൊണ്ടാണത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം നീതിമാനായ ദൈവമാണ്. നീതിമാനായ ദൈവം നീതിയോടുകൂടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ സേവിക്കുകയും സ്നേഹിക്കുകയും ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരും നീതി വിട്ട പ്രവർത്തികൾ ചെയ്യില്ല. എന്നാൽ ദൈവത്തെ ഉപേക്ഷിച്ച, ദൈവത്തെ വിട്ട്, ദൈവത്തെ അന്വേഷിക്കാത്ത ഒരു പശ്ചാത്തലത്തിലേക്കൊരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിനകത്ത് നിത്യതയെക്കുറിച്ചുള്ള ലക്ഷ്യം നഷ്ടപ്പെട്ടിട്ട് ഈ ലോകത്തിലെ ലാഭവീതത്തിനു വേണ്ടി, നേട്ടങ്ങൾക്കു വേണ്ടി, നന്മകൾക്കു വേണ്ടി, ഉയർച്ചകൾക്കു വേണ്ടി, സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയൊക്കെ അവർ വഞ്ചനയും അനീതിയും കൈമുതലാക്കുവാനും ആ തലത്തിൽ പ്രവർത്തിപ്പാനും ഇടയായി തീർന്നു. ആ നിലയിൽ പ്രവർത്തിച്ചവരെയും ദൈവം സന്ദർശിച്ചു എന്നാണ് 9-ാമത് വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നീതിമാനായ ദൈവമാണ്. എന്നാൽ ഇവിടെ പറയുകയാണ്, സാഹസം, വഞ്ചന, ഈ നിലകളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പരിശ്രമിച്ചവരെ ദൈവം ആഴമായി സന്ദർശിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. 2-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. അവിടെ 3 കാര്യങ്ങൾ ഈ ജനത്തെ ദൈവം സന്ദർശിക്കുവാൻ ഇടയായതിന് പിന്നിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതിപ്രധാനമായി 8 കാരണങ്ങളാണ്. ഇത്രമാത്രം ദൈവം സ്നേഹിച്ചതായ ദേശനിവാസികളെ ദൈവം സന്ദർശിക്കുന്നതിനും
അവരുടെ നാശത്തിലേക്കും അവരുടെ തിന്മയിലേക്കും അവരുടെ വീഴ്ചയിലേക്കും അവരെ കൊണ്ടെത്തിക്കുവാനും കാരണമായി തീർന്നത് 1-ാം അധ്യായത്തിൻ്റെ 5, 6, 9 വാക്യങ്ങളിൽ നിന്ന് 5 വസ്തുതകൾ ഞാൻ ഓർമ്മപ്പെടുത്തി. 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നിന്ന് 3 വാക്കുകൾ കൂടി ദൈവത്തിൻ്റെ സന്ദർശനം അവരുടെ മേലുണ്ടാകുവാൻ ഇടയായതിൻ്റെ പിന്നിലെ കാരണങ്ങൾ രേഖപ്പെടുത്തപ്പെടുകയാണ്. അവിടെ എന്താണ് പറയുന്നത്? മോബാബിൻ്റെ ധിക്കാരവും അമ്മോന്യരുടെ ജനത്തെ നിന്ദിച്ച് അവരുടെ ദേശത്തിനു വിരോധമായി വമ്പു പറഞ്ഞ് ശകാരങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. 3 പദങ്ങൾ ശ്രദ്ധിക്കുക. 1, അവരുടെ ധിക്കാര മനോഭാവം. ദൈവത്തിനൊട്ടും ഇഷ്ടമുള്ളതല്ല അഹങ്കാരവും ധിക്കാരവും എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകൾക്കും അല്പം പണമുണ്ടാകുമ്പോൾ, ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ, ചില അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ അവർക്ക് ധിക്കാരം വർദ്ധിക്കുവാനിടയാകും. അഹങ്കാര മനോഭാവത്തോടു കൂടിയായിരിക്കും അവർ സംസാരിക്കുന്നത്. അവരുടെ നടപ്പിലും നിപ്പിലും പ്രവൃത്തിയിലും ചിന്തയിലും നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ എന്തോ ആണെന്നും എന്തോ നേടിപ്പോയെന്നുമൊക്കെയുള്ളതായ ഒരു മനോഭാവം എടുത്തു കാണുവാനായിട്ട് കഴിയും. അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നല്ലൊന്നോർക്കണം, വലിച്ചെടുത്ത ശ്വാസം തിരിച്ചു പോയില്ല എങ്കിൽ, മൂക്കിൽ നിന്ന് പുറത്തേക്ക് പോയ ശ്വാസത്തെ തിരിച്ചെടുക്കുവാൻ കഴിയാതെ പോയാൽ, മണ്ണിനിരയായിത്തീരുന്ന മനുഷ്യൻ മാത്രമാണ് നാം എന്നോർത്ത് ഇവിടെ വരെ വന്നത് കൃപ മാത്രമാണ്, ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്, ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മാത്രമാണെന്ന് ഓർക്കേണ്ടതിന് പകരം ധിക്കാരം ജീവിതത്തിനകത്ത് കടന്നുകൂടുവാനിടയാകുന്നു എന്നുള്ളതാണ്. നോക്കണം, നെബൂഖദ്നേസർ വനാന്തരത്തിലേക്ക് പോകുമ്പോൾ രാജസിംഹാസനത്തിൽ ഇരിപ്പാൻ വേണ്ടി ജനത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ബെൽഷസ്സർ രാജാവാകുകയാണ്. സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തൻ്റെ ആ ധിക്കാരം അതെത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം യെരൂശലേം ദേവാലയത്തിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്നു വച്ചിരിക്കുന്നതായ യെരൂശലേം ദേവാലയം വക പാത്രങ്ങൾക്കകത്ത് ബെൽഷസ്സർ വീഞ്ഞു പകർന്നു കുടിക്കുവാനായിട്ടുള്ള തൻ്റെ ആ മനോഭാവം. യെരൂശലേം ദേവാലയത്തിലെ പാത്രങ്ങൾ വിശുദ്ധമാണ്. ആ വിശുദ്ധമായ പാത്രത്തിനകത്ത് തന്നെ തൻ്റെ മഹത്തുക്കളോട് ചേർന്ന് വീഞ്ഞു പകർന്നു കുടിക്കുവാനായിട്ട് താൻ ആഗ്രഹിച്ചു. അത് താൻ പറയുകയാണ്. തൻ്റെ പിതാവിന് വന്നിരിക്കുന്നതായ വിപത്ത്, തൻ്റെ പിതാവ് ഇപ്പോഴുള്ളതായ പശ്ചാത്തലമൊക്കെ അറിയാവുന്ന ബെൽഷസ്സർ തൻ്റെ ധിക്കാര മനോഭാവത്തോടുകൂടി ആ പാത്രത്തിനുള്ളിൽ വീഞ്ഞു പകർന്ന് കുടിക്കുകയാണ്. ചുവരിലൊരു എഴുത്ത് വന്നു നിന്നു, മെന്നെ മെന്നെ തെക്കേ ഊർഫസി, ഞാൻ നിന്നെ തൂക്കി നോക്കിയിരിക്കുന്നു, നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യത്വം ഞാൻ നീക്കിക്കളയാൻ പോകുകയാണ്. ബെൽഷസ്സർ എന്ന് പറയുന്നതായ ബാബിലോണിന്റെ രാജാവിന് നാശം ഭവിച്ചതിന് പിന്നിൽ, ആ രാത്രി താൻ കൊല്ലപ്പെട്ടതിന് പിന്നിൽ സംഭവിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ധിക്കാര പ്രവൃത്തിയായിരുന്നു. അതാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത വലുതാണ് പ്രിയപ്പെട്ടവരെ. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സന്ധി മച്ചകളിലേക്ക് തുളച്ച് ചെല്ലുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം. വചനം ജീവനുള്ള വചനമാണ്. ആ വചനം പറയുകയാണ്, നിന്റെ ധിക്കാരം ദൈവം നിന്നെ സന്ദർശിക്കുന്നതിന് കാരണമായി തീരും. ഇതെന്ന് മനസ്സിലാക്കണം.
താഴുക എന്നുള്ളതാണ്. വേദപുസ്തകം പറയുന്നത് തന്നെത്താൻ ഉയരുകയല്ല, തന്നെത്താൻ താഴുന്നവനായി തീരണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവൻ ദൈവത്താൽ താഴ്ത്തപ്പെടും, എന്നാൽ തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടുവാനിടയാകും. എത്രയോ ശ്രേഷ്ഠന്മാരായ ആളുകൾ, എത്രയോ ഉന്നതന്മാരായ ആളുകൾ, എത്രയോ പണ്ഡിതന്മാരായ ആളുകൾ, എത്രയോ പ്രഗത്ഭന്മാരായ ആളുകൾ ദൈവം അവർക്ക് കൊടുത്ത ബുദ്ധിയാണ്, ജ്ഞാനമാണ്, നന്മയാണ്, സ്ഥാനമാണ്, പണമാണ്, സൗന്ദര്യമാണെന്നൊക്കെ പറഞ്ഞ് വളരെ എളിമയോടെ, വളരെ താഴ്മയോടെ അവർ ജീവിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് അവരെ പിന്നെയും പിന്നെയും ദൈവം അവരെ അനുഗ്രഹിപ്പാനും അവരെ വളർത്തുവാനും ഇടയായി തീർന്ന ചരിത്രം നമ്മുടെ മുൻപിലില്ലേ? ഏതോ പ്രത്യേക സാഹചര്യത്തിൻ്റെ മുൻപിൽ ലഭിച്ചതായ ചില നന്മകളുടെയും ഉയർച്ചകളുടെയും സ്ഥാനമാനങ്ങളുടെയും മുൻപിൽ ധിക്കാരത്തോടുകൂടി അണികളെ തേച്ച് ഉപദ്രവിക്കുകയും അവരെ അപമാനിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുന്ന എത്രയോ ശ്രേഷ്ഠന്മാരായ ആളുകളുണ്ട്. അവർ പിന്നത്തേതിൽ അവരെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതും നാം മറന്നുപോകരുത്. ലോക ചരിത്രത്തിനകത്ത് അറിയപ്പെട്ട ശ്രേഷ്ഠന്മാരായ ആളുകളായിരുന്നു ടിപ്പു എന്ന് പറയുന്നയാൾ. സമാനമായി എത്രയോ പ്രിയപ്പെട്ടവർ. പക്ഷേ അവരുടെ കാലശേഷം അവരുടെയൊക്കെ പേരുകൾ വളരെ മോശമായ നിലയിൽ ഇട്ട് നാടത് വിളിച്ചത് നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ ഓർമ്മയിലുമുണ്ടല്ലോ. ഞാനവിടേക്ക് പോകുന്നില്ല. ടിപ്പു എന്നും ടൈഗർ എന്നുമൊക്കെ നമ്മുടെ വീട്ടിലെ നായ്ക്കൾക്ക് പേരിട്ടു പിൽക്കാലഘട്ടങ്ങളിൽ ഇല്ലേ? എന്താണ് കാരണമെന്നറിയാമോ? ദൈവം അവർക്ക് കൊടുത്ത സ്ഥാനം ദൈവം കൊടുത്തെന്നത് മറന്നു. അല്പായുസുള്ളവനാണ് മനുഷ്യനെന്നവർ മറന്നു. പാവങ്ങളെ അവർ ചവിട്ടി തേച്ചു. അവരെ ഉപദ്രവിക്കാവുന്നതിൻ്റെ അവസാനം വരെ അവരെ ഉപദ്രവിച്ചു. ദൈവം അവരെ തകർത്ത് കളയുവാനാണ് ഇടയായിത്തീർന്നത്. ഞാൻ ആ വാക്ക് വിടുകയാണ്. അവിടെ പറയുകയാണ്, ധിക്കാരം മനുഷ്യനിൽ കടന്നുകൂടരുത്, അതവൻ്റെ നാശത്തിന് കാരണമാണ്. ബെൽഷസ്സറിന്റെ ജീവിതത്തിനകത്ത് അവൻ്റെ ധിക്കാരമായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതായ പൊൻവെള്ളി പാത്രത്തിനകത്ത് വീഞ്ഞു പകർന്നു കുടിക്കണമെന്നുള്ള തൻ്റെ വ്യാമോഹം. ആ രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു എന്നാണ് വാക്യം വായിക്കുന്നത്. അപ്പം ധിക്കാരികളായി നാം തീരരുത്, താഴ്മയുള്ളവരായി തീരണം കേട്ടോ. ധിക്കാരം നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നുകൂടിയ ദൈവത്തിൻ്റെ സന്ദർശനം നമ്മുടെ മേലുണ്ടാകും. അടുത്ത പദം അവിടെ എന്താണ് പിന്നെ രണ്ടാമത് പറയുന്നത് എൻ്റെ ജനത്തെ നിന്ദിച്ച്. ആ വാക്കുണ്ടോ? ദൈവകൃപ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ദൈവാത്മബോധം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ നിന്ദിക്കുവാനും അപമാനിപ്പാനും ഇടയായിത്തീരും. നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനം യുദ്ധസ്ഥലത്ത് നിൽക്കുകയാണ്. ശക്തമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കരുക്കൾ നീങ്ങി നിൽക്കുന്നു. ഗോലിയാത്ത് എതിർഭാഗത്ത് നിൽക്കുകയാണ്. ഈ സമയത്താണ് സഹോദരന്മാരുടെ ക്ഷേമമറിയുവാൻ വേണ്ടി ദാവീദ് ആ സ്ഥലത്തേക്ക് നടന്നു വരുന്നത്. ദാവീദ് വരുമ്പോൾ കേൾക്കുന്നതായ വാക്ക്, ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ഗോലിയാത്ത് അപമാനിക്കുന്നതായ അപമാനത്തിൻ്റെ നിന്ദിക്കുന്ന നിന്ദയുടെ വാക്കുകളാണ്. ശ്രദ്ധിക്കണം. അപമാനിക്കുകയാണ്, നിന്ദിക്കുകയാണ്. ആ വാക്കുകൾ കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ദാവീദ് അവിടെ നിന്ന് ശൗലിൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി ശൗലിനോട് ചോദിക്കുകയാണ്, അവനോട് യുദ്ധം ചെയ്യുവാനായിട്ട് ഞാൻ പൊക്കോട്ടെ?
ദൈവം പറഞ്ഞു, ദാവീദേ, ഈ ഗോലിയാത്ത് എന്നെ നിന്ദിക്കാവുന്നതിൻ്റെ മാക്സിമം നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്നോട് കൂടെ വരാം, നീ പോകാൻ തയ്യാറായിക്കൂ. എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? ഒരു സൈന്യം മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്ന ഗോലിയാത്ത് തൻ്റെ നാവുകൊണ്ട് ദൈവത്തിൻ്റെ സേനയെ, ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലിനെ അപമാനിക്കുമ്പോൾ അതിൻ്റെ മുൻപിലേക്ക് നടന്നു ചെല്ലുന്ന ദാവീദ് എന്താണ് ചെയ്തതെന്നറിയാമോ? തൻ്റെ കയ്യിലുള്ളതായ ആ ഇടയ സഞ്ചിയിൽ കിടക്കുന്ന കല്ലുകളിൽ ഒന്നെടുത്ത് ആ ഗോലിയാത്തിനെ ലക്ഷ്യം വെച്ച് കവണയിൽ വെച്ചൊന്ന് ചുഴറ്റി എറിയുകയാണ്. ധീരനായ, ശക്തനായ, ആയുധങ്ങൾ കയ്യിലുള്ള ഗോലിയാത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രമാത്രം വലിയൊരു വീഴ്ച സംഭവിക്കുമെന്ന്. എന്നാൽ നാം തിരിച്ചറിയണം, ഗൗരവമായി മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ജനത്തെ നിന്ദിക്കുന്ന ഗോലിയാത്തിനെ വകവരുത്തുവാൻ ദാവീദിന് 5 കല്ലുകളുടെ ആവശ്യം വന്നില്ല. ആ കല്ലുകളിൽ ഒന്നെടുത്ത് ചുഴറ്റിയെറിഞ്ഞപ്പോൾ ആ നിന്ദിച്ചവനെ താഴെ വീഴിക്കുവാൻ കഴിഞ്ഞു. നടന്ന് കയറി ചെന്ന് ഗോലിയാത്തിൻ്റെ ഉറയിൽ കിടക്കുന്ന വാൾ ഊരിയെടുത്ത് തൻ്റെ തല ഛേദിച്ചെടുക്കുകയാണ്. പ്രിയരെ, മറ്റുള്ളവരെ നിന്ദിക്കാൻ നാം പോകരുതെന്ന് നമ്മെ ഓർപ്പിക്കുക. കാരണം നാം അല്പായുസുള്ളവര്, പുല്ലുണങ്ങുന്നത് പോലെ വാടിപ്പോകുന്നത് പോലെ അവസാനിക്കുന്നതാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് വേണ്ടി കടന്നുപോയ ആള് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, മയങ്ങി വീണു മരണപ്പെട്ടു. വയസ്സ് 26. കോളേജിലേക്ക് പഠനത്തിന് വേണ്ടി പോകുന്ന കൊച്ചു കുട്ടികൾ പോലും, യുവജനങ്ങളായ ആളുകൾ, ഇന്നത്തെ വാർത്തകളൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ 18 വയസ്സ്, 20 വയസ്സ്, 28 വയസ്സ്, 35 വയസ്സ്, 41 വയസ്സൊക്കെ ഉള്ള ആരോഗ്യവാന്മാരായ, സൗന്ദര്യവാന്മാരായ, ശ്രേഷ്ഠവതികളായ ആളുകൾ മറ്റൊന്നും അവരുടെ മുൻപിൽ കാണുന്നില്ല. അവർ വീണ് മരിക്കുന്നതായിട്ടൊക്കെയാണ് നാം വാർത്തകൾ വായിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ആയുസ്. പിന്നെ നാം എന്ത് മറ്റുള്ളവരെ പുച്ഛിക്കാൻ? പിന്നെ നാം എന്ത് മറ്റുള്ളവരെ അപമാനിപ്പാൻ? മായ, മായ, സകലവും മായ എന്നാണ് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്. എല്ലാറ്റിനും ഒരു കാലമുണ്ട്. മണ്ണിൽ ജനിച്ച സകല മനുഷ്യനും മരിക്കും. മായ, സകലവും മായ. പ്രിയരെ, നാം മറ്റുള്ളവരെ നിന്ദിച്ച് ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി വെളിപ്പെടാതിരിക്കേണ്ടതിന് നാം നമ്മെ തന്നെ സൂക്ഷിപ്പാൻ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. 8ാമത്തെ കാര്യം എന്താണ്? 8ാം വാക്യത്തിലെ 3ാമത്തെ പ്രസ്താവന, വമ്പ് പറയുക. വമ്പ് പറയുക, സ്വയം പുകഴുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല, പക്ഷേ വെറുതെ പുകഴുക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് തന്നെ വന്നാൽ നെബൂഖദ്നേസറിനെ ഒന്ന് നോക്കിക്കേ. യെരുശലേമിൽ തൻ്റെ രാജ്യത്ത് തനിക്ക് പാർക്കാനായിട്ട് മനോഹരമായ ഒരു കൊട്ടാരം താൻ പണിയുകയാണ് ബാബിലോണിൽ. കൊട്ടാരത്തിൻ്റെ പണികളെല്ലാം അവസാനിച്ചു എന്നറിഞ്ഞിട്ട് അതൊന്ന് കാണുവാൻ വേണ്ടി താൻ അവിടേക്ക് പോകുന്നതായ കാര്യം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? അവിടെ പറയുന്നത്, അവിടെ ചെന്ന് നിന്ന് ആ കാഴ്ച കണ്ടപ്പോൾ നെബൂഖദ്നേസർ പറയുകയാണ്, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യം കൊണ്ട് പണി കഴിച്ച
മഹദിയാം ബാബേൽ അല്ലയോ? ശരിക്കും പറയുന്ന വാക്ക് നോക്കൂ. ഇത് ഞാൻ പണിതതാണ്, എൻ്റെ ധനം കൊണ്ട് പണിതതാണ്, എൻ്റെ പേരുകൊണ്ട് പണിതതാണ്, എനിക്ക് പാർക്കാൻ വേണ്ടി പണിതതാണ്, ഇത് ഏറ്റവും ഉത്തമമായ ബിൽഡിംഗാണ് എന്ന് വേണ്ട അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അക്കധ്വനികൾ തൻ്റെ വാക്കുകൾക്കകത്ത് തെളിഞ്ഞു വരികയല്ലേ പ്രിയരെ? എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ഈ വാക്ക് നെബൂഖദ്നേസറിന്റെ വായ്ക്കകത്തിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നെബൂഖദ്നേസറിനോട് പറയുകയാണ്, നീ അടുത്ത ചില കാലഘട്ടങ്ങൾ വനാന്തരത്തിനകത്ത് ഒരു മൃഗത്തെ പോലെ പുല്ല് തിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് പോകാൻ വരികയാണ്. ധിക്കാരം പറഞ്ഞ, വമ്പ് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കൂ പ്രിയരെ. നഖമെല്ലാം വളർന്നു, വനത്തിലാണ് പാർപ്പ്, മനുഷ്യൻ കഴിക്കുന്ന ഈ ആഹാരമൊന്നും വേണ്ട. എന്താണ് കാരണമെന്നറിയാമോ? വമ്പ് പറഞ്ഞ മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ പ്രിയപ്പെട്ടവരെ. അതിപ്രധാനമായി 8 കാരണങ്ങൾ ഇവരെ ദൈവം സന്ദർശിക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഒന്നുകൂടി ആ 8 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടുന്നു. 1, അവരാകാശ സൈന്യത്തെ നമസ്കരിക്കുവാനിടയായി. അവർ സകലത്തിനോടും സത്യം ചെയ്യുന്നതിന് അവർ മുതിർന്നു. അവർ ദൈവത്തെ അന്വേഷിക്കാനായിട്ട് മനസ്സില്ലാത്തവരായി തീർന്നു. 4, അവർ ദൈവത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കളഞ്ഞു. 5, അവർ സാഹസം കൊണ്ടും വഞ്ചന കൊണ്ടും യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമങ്ങൾ നടത്തി. 6, അവർ ധിക്കാരികളായി തീർന്നു. 7, അവർ ദൈവത്തിൻ്റെ ജനത്തെ അപമാനിക്കുവാൻ, നിന്ദിക്കുവാൻ ഇടയായി. 8, അവരുടെ വായിൽ നിന്ന് വമ്പുകൾ പറയുവാൻ അവർ തുനിഞ്ഞു എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ രക്ഷിക്കപ്പെടുകയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും ഉയർത്തപ്പെടുകയും ഒക്കെ ചെയ്തതായ ജനം ദൈവത്തെ വിട്ട് പൂർണ്ണമായി മാറി. ദൈവം അവരെ സന്ദർശിക്കാൻ തക്ക തലത്തിൽ അവർ തിന്മകൾ പ്രവർത്തിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ വിവരിപ്പാനായിട്ട് എൻ്റെ മുൻപിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വചനങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. വായിക്കുന്നതായ വാക്യം 1-ാം അധ്യായം 10 മുതൽ 17 വരെ വാക്യങ്ങളും 2-ാം അധ്യായം 9 മുതൽ 15 വരെ വാക്യങ്ങളുമൊക്കെ വായിക്കുമ്പോൾ അവിടെ ദൈവം അവരെ സന്ദർശിക്കുക നിമിത്തം അവരനുഭവിക്കേണ്ടി വന്നതായ വേദനകളും വഴികളും കഷ്ടതകളും ദീർഘമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു പദം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗം മുൻപോട്ട് വരാം. നോക്കുക, 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാൽ ആ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തുന്ന അവസാനത്തെ ഒരു സെന്റൻസ് ഉണ്ട്. ആ സെന്റൻസ് ഇങ്ങനെയാണ് പറയുന്നത്: നീതി കെട്ടവനോ നാണം എന്തെന്നറിഞ്ഞുകൂടാ എന്നാണ്. ദൈവത്തോട് കൂടെ നടന്നിരുന്ന, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിരുന്ന, ദൈവത്തിനു വേണ്ടി നിന്നിരുന്ന മനുഷ്യൻ നീതി വിട്ട് നീതികേടിലേക്ക് കൈനീട്ടി നീതികേടിനെ പിന്തുടരുവാനായിട്ട് ആരംഭിച്ചപ്പോൾ അവരിപ്പോൾ ചെയ്യുന്നത് എന്താണ്, പറയുന്നത് എന്താണ് എന്നൊന്നും വേണ്ടതുപോലെ അവർക്ക് തന്നെ മനസ്സിലാകാത്ത തലത്തിൽ
നാണം തോന്നാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നഗ്നത മനസ്സിലാകുന്നില്ല എന്ന് ചുരുക്കം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്, എന്താ വിചാരിക്കുന്നത്, എന്താണിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ പോലെ. ഭൂതബാധിതനായ മനുഷ്യന് സെമിത്തേരിയിലാണ് പാർക്കുന്നത്. അവന് വസ്ത്രം ധരിച്ചിട്ടില്ല. പക്ഷേ അവന് നാണം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെയും അതാണ് പറയുന്നത്. ദൈവത്തോടുകൂടെ വസിച്ച മനുഷ്യന് ദൈവത്തെ ഉപേക്ഷിച്ച് തിന്മയുടെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, അവരെന്താണ് പറയുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരെക്കുറിച്ച് മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നതെന്നൊന്നും അവർ ചിന്തിക്കാനായിട്ട് അവർക്ക് കഴിയാതെ, അവർ നാണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരായി അവരിങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നാണ് ആ വാക്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയരെ, അങ്ങനെ നല്ലൊരു പങ്ക് ജനവും ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ വഴിയിലൂടെ അവർ കടന്നു പോവുകയും അവർക്ക് വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കഴിയാത്തവരായി അവർ തകർന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്തിരിക്കുന്നു എന്നവിടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? മറ്റൊരു കാര്യം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം നാം വായിച്ച വാക്യമാണ്. ആ വാക്യം എന്താണ് പറയുന്നത്? ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. 12-ാം വാക്യം, ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കുകയില്ല, പോഷ്ക് പറയുകയുമില്ല എന്നോർപ്പിക്കുകയാണ്. നീതിയോടെ ജീവിക്കാനായിട്ട്, സത്യത്തിന് വേണ്ടി ജീവിപ്പാനായിട്ട്, നിർമ്മലതയോടെ ജീവിപ്പാനായിട്ട് ദൈവം ഒരു പറ്റം ആളുകളെ, ഒരു ചെറിയ കൂട്ടത്തെ ദൈവം വേർതിരിച്ചു വെച്ചിരിക്കുന്നു എന്നോർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവത്തിൻ്റെ സന്ദർശനങ്ങൾക്കകത്താണോ നാം ഉള്ളത്? ദൈവത്തിനു വേണ്ടി നിൽപ്പാൻ ശേഷിപ്പിച്ചിരിക്കുന്ന താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ശേഷിപ്പിൻ്റെ കൂട്ടത്തിലാണോ നാം ഉള്ളത് എന്ന് നാം പരിശോധിക്കണം. നാം തന്നെ നമ്മെ ഒന്ന് പരിശോധിക്കും. നാം എവിടെയാണുള്ളത്? ഞാൻ ഓർപ്പിച്ച 8 അതിപ്രധാനമായ മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം സന്ദർശിക്കും കേട്ടോ. ദൈവം നിങ്ങളെ സന്ദർശിക്കും കേട്ടോ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് പ്രതികൂലമായി വെളിപ്പെടും കേട്ടോ. എന്നാൽ താഴ്മയും ദാരിദ്ര്യവുമുള്ള ഒരു ചെറിയ ശേഷിപ്പ്, നീതിക്ക് വേണ്ടി നിൽക്കുന്ന ശേഷിപ്പുണ്ട്. അതിനുള്ളിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാനിടയായിത്തീരും എന്നുകൂടി ഓർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ സന്ദർശന കാലത്തും നിലനിൽപ്പാൻ നമുക്ക് കഴിയാതെ പോകുമെന്നതുകൊണ്ട് ദൈവം നമ്മെ സന്ദർശിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നീതി വിട്ട് അനീതിയുടെ വഴിയിലൂടെ പോകുന്നവരായി തീരാതെ, അനീതിയുടെ വഴി വിട്ട് നീതിയുടെ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുന്നവരായി, ദൈവത്തെ ഭയപ്പെട്ട് താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാനും കഴിയേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് കഴിപ്പാൻ കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം.
അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവമേ, കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഴിവില്ലാഞ്ഞ, പ്രാപ്തിയില്ലാഞ്ഞ, സാധ്യതകളൊന്നുമില്ലാഞ്ഞ ഒരു കാലമായിരുന്നു എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. എന്ത് കഴിക്കും, എന്തുടുക്കും, എവിടെ പാർക്കും, എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, എങ്ങനെ കുടുംബം പോറ്റും, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ചൊരു കാലമാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ കാലത്തു നിന്ന് എൻ്റെ ദൈവമേ, അങ്ങനെ സ്നേഹിച്ച് എനിക്ക് വേണ്ടുന്നതെല്ലാം നൽകി എന്നെ ശ്രേഷ്ഠനും എന്നെ ഉന്നതനുമാക്കി തീർത്തല്ലോ. അങ്ങയുടെ കരുണയുടെ മുൻപിൽ ഞാൻ ദൈവത്തെ വിട്ടുപോകുന്നവനോ, ദൈവത്തെ അന്വേഷിക്കാത്തവനോ, തിന്മ കൊണ്ടും അനീതി കൊണ്ടും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവനോ, ധിക്കാരവും വമ്പും പറയുന്നവനോ, ദൈവത്തെയോ ദൈവവചനത്തെയോ ദൈവജനത്തെയോ നിന്ദിക്കുന്നവനോ ആയിത്തീരാതെ ഞാൻ ദൈവത്തെ ഭയപ്പെട്ട് ആ ചെറിയ ശേഷിപ്പിലൊരംഗമായി തീരുവാൻ എന്നെ ദൈവം സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച ഈ ദൈവവചനം കേട്ട എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ സന്ദർശനങ്ങൾക്കകത്തകപ്പെട്ടു പോകാതെ ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ ഈ ദൈവവചന ചിന്ത കേട്ടവരെ സഹായിക്കും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.